നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച വിദ്യാർത്ഥിനി അയോണ മോൺസൺ ഇനി ദീപ്ത സ്മരണ. അയോണ വിടവാങ്ങിയത് 4 പേർക്ക് പുതുജീവനേകി. ന്യൂമാഹി ഉസൻമൊട്ടയിൽ പിക്കപ്പ് വാനും ബസും കൂട്ടിയിടിച്ച അപകടം, ഡ്രൈവർക്ക് പരിക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തോടനുബന്ധിച്ച് COA പാനൂർ മേഖല കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പുകൾക്ക് കല്ലിക്കണ്ടിയിൽ തുടക്കം. ക്യാമ്പുകൾ കോൺട്രാസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ. തലശ്ശേരി വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കാര്യാലയം തലശ്ശേരി പഴയ കോടതി സമുച്ചയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ മനോജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയ വിദ്യാർത്ഥിനി മരിച്ചു. അയോന മോൺസനാണ് മരിച്ചത്. കണ്ണൂർ പയ്യാവൂരിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. സ്കൂൾ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടി ഗുരുതരാവസ്ഥയിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. +2 വിദ്യാർത്ഥിനിയാണ്. അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവനേകിയാണ് അയോന യാത്രയായത്. പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയ വിദ്യാർത്ഥിനി മരിച്ചു. അയോന മോൺസനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. സ്കൂൾ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടി ഗുരുതരാവസ്ഥയിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. +2 വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഗുരുതരാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥിനിക്ക് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. മരണശേഷവും അയോന മോൺസൺ 4 പേരിലൂടെ ജീവിക്കും. തലശ്ശേരിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ചികിത്സയിലുള്ള 4 പേർക്കാണ് അയോനയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. അങ്ങനെ 4 പേരിലൂടെയാണ് അയോന മോൺസൺ ഇനി ജീവിക്കുക. ന്യൂമാഹി ഉസൻമൊട്ടയിൽ പിക്കപ്പ് വാനും ബസും കൂട്ടിയിടിച്ച് അപകടം, ഡ്രൈവർക്ക് പരിക്കേറ്റു. BK പ്ലൈവുഡിന് മുന്നിൽ രാവിലെ 10:40 അപകടം ഉണ്ടായത്. BK പ്ലൈവുഡ്സിൽ നിന്നും പ്ലൈവുഡ് ലോഡുമായി തലശ്ശേരി ഭാഗത്തേക്ക് പോകുവാനായി അശ്രദ്ധയോടെ റോഡിലേക്കിറങ്ങിയ പിക്കപ്പിന് പിറകിൽ മാഹി ഭാഗത്തു നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ തൊട്ടടുത്ത പറമ്പിലെ 12 അടിയിലധികമുള്ള താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞു. പിക്കപ്പ് വാനിൽ ഇടിക്കാതിരിക്കാനുള്ള ശ്രമത്തിനിടയിൽ വലത്തോട്ട് വെട്ടിച്ച് നിയന്ത്രണം വിട്ട ബസ് എതിർഭാഗത്തെ റോഡരികിലെ ചെമ്മൺ തിണ്ടിലിടിച്ചാണ് നിന്നത്. ബസിന്റെ മുൻവശത്തെ ഗ്ലാസുകൾ തകർന്നു. ബസ്സിലെ ആർക്കും കാര്യമായ പരിക്കുകളില്ല. KL58H 7526 ഐബക് എന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽ തലകീഴായി മറിഞ്ഞത്. പിക്കപ്പ് വാൻ ഡ്രൈവർ കിടാരൻകുന്ന് സ്വദേശി നസീറിനെ പരിക്കുകളോടെ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തോടനുബന്ധിച്ച് COA പാനൂർ മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പുകൾക്ക് കല്ലിക്കണ്ടിയിൽ തുടക്കമായി. തലശ്ശേരി കോൺട്രാസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. കല്ലിക്കണ്ടി പാലത്തിന് സമീപം നടന്ന ക്യാമ്പ് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന വളരെ കരുത്തോടെ കേരളത്തിന്റെ ഈ മേഖലയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും ചെറിയ നിരക്കിൽ നമുക്ക് ഈ കേബിൾ സംവിധാനം അല്ലെങ്കിൽ അതിന്റെ സേവനങ്ങൾ ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കുമാറാകട്ടെ. അവരുടെ സമ്മേളനങ്ങളെല്ലാം മികച്ച വിജയം ഉള്ള സമ്മേളനങ്ങളായി മാറട്ടെ. പുതിയ ഒരു ശക്തിയായി അല്ലെങ്കിൽ പുതിയ ഉന്മേഷത്തോടുകൂടി ഓരോ സമ്മേളനം കഴിയുമ്പോഴും സംഘടന കൂടുതൽ കരുത്താർജിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് COA പാനൂർ മേഖലാ പ്രസിഡന്റ് ഷാജി കൊറോത്ത് അധ്യക്ഷനായി. വാർഡംഗം KP രാജേഷ് മാസ്റ്റർ, കോൺട്രാസ്റ്റ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ ആര്യ, ക്യാമ്പ് കോർഡിനേറ്റർ അരവിന്ദൻ, COA ജില്ലാ വൈസ് പ്രസിഡന്റ് C സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം MK ഹരികൃഷ്ണൻ, മേഖലാ നിർവാഹക സമിതി അംഗം P ജയരാജൻ എന്നിവർ സംസാരിച്ചു. COA പാനൂർ മേഖലാ സെക്രട്ടറി മനോഹരൻ പാറായി സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി E ഉദയകുമാർ നന്ദിയും പറഞ്ഞു. ജനുവരി 16 വെള്ളിയാഴ്ച ന്യൂമാഹി മുകുന്ദൻ പാർക്കിന് സമീപം നടക്കുന്ന ക്യാമ്പ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK റീജ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 17 ശനിയാഴ്ച പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പാനൂർ നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബു മാസ്റ്റർ നിർവഹിക്കും.
ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 8089033008, 7975511001 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഓരോ ദിവസവും ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം നൽകുക. പാനൂർ മേഖലാ സമ്മേളനം ജനുവരി 28-ന് മാഹി റീഡ്സ് അവന്യൂവിലും, കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-14 തീയതികളിൽ കൂത്തുപറമ്പിലും, സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിലും നടക്കും. തലശ്ശേരിയിൽ വടക്കൻ പെരുമയുടെ ചരിത്രമുറങ്ങുന്ന പൊന്ന്യം ഏഴരക്കണ്ടത്ത് കതിരൂർ പഞ്ചായത്ത്, കേരള ഫോക്ലോർ അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെ വർഷം തോറും നടത്തിവരുന്ന പൊന്ന്യത്തങ്കത്തിന്റെ നടത്തിപ്പിനായി നിയമസഭാ സ്പീക്കർ AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ഉന്നതതല യോഗം ചേർന്നു. ഫെബ്രുവരി 16 മുതൽ 22 വരെ നിശ്ചയിച്ച പൊന്ന്യത്തങ്കം വിപുലമായി നടത്തുന്നതിനായുള്ള പ്രൊപ്പോസൽ ഫോക്ലോർ അക്കാദമി അടിയന്തരമായി സമർപ്പിക്കും. വടക്കൻ പെരുമയുടെ ചരിത്രമുറങ്ങുന്ന പൊന്ന്യം ഏഴരക്കണ്ടത്ത് കതിരൂർ പഞ്ചായത്തും കേരള ഫോക്ലോർ അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെ നടത്തിവരുന്ന പൊന്ന്യത്തങ്കത്തിന്റെ നടത്തിപ്പിനായി ഉന്നതതല യോഗം ചേർന്നു. സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഫെബ്രുവരി 16 മുതൽ 22 വരെ നിശ്ചയിച്ച പൊന്ന്യത്തങ്കം വിപുലമായി നടത്തുന്നതിനായുള്ള പ്രപ്പോസൽ ഫോക്ലോർ അക്കാദമി അടിയന്തരമായി സമർപ്പിക്കും. അധിക തുക റീ അപ്രോപ്രിയേഷൻ മുഖേന സാംസ്കാരിക വകുപ്പ് കണ്ടെത്തും. നടപടികൾ വേഗത്തിലാക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ ഇടപെടലുണ്ടാകും. വ്യത്യസ്ത കളരി സംഘങ്ങളുടെ കളരി പ്രദർശനങ്ങൾക്ക് പുറമെ മറ്റ് കലാപരിപാടികളും ഏഴരക്കണ്ടം വയലിൽ ഈ ദിവസങ്ങളിൽ അരങ്ങേറും. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S. അയ്യർ IAS നൽകിക്കൊണ്ട് പൊന്ന്യത്തങ്കത്തിന്റെ ലോഗോ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പ്രകാശനം ചെയ്തു. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അഭിലാഷ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി MB ഉമാകൃഷ്ണൻ, സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രജനി, ഫിനാൻസ് ഓഫീസർ പ്രവീൺ, ഫോക്ലോർ അക്കാദമി പ്രതിനിധി നിയാസ്, കതിരൂർ പഞ്ചായത്ത് അംഗം PP സനിൽ, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി T. മനോഹരൻ നായർ, അഡീഷണൽ PS-മാരായ M. കുഞ്ഞുമോൻ, SK അർജുൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ദീർഘകാലമായി പരിമിതികളോടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തലശ്ശേരി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കാര്യാലയം സ്വന്തമായി ലഭിച്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി പഴയ കോടതി സമുച്ചയത്തിൽ ഒരുക്കിയ പുതിയ കാര്യാലയം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ മനോജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലമായി പരിമിതികളോടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തലശ്ശേരി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കാര്യാലയം സ്വന്തമായി ലഭിച്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി പഴയ കോടതി സമുച്ചയത്തിൽ ഒരുക്കിയ പുതിയ കാര്യാലയം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ മനോജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് എഫേർട്ട് വിജിലൻസ് ആന്റി കറപ്ഷന്റെ കേസസിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറപ്ഷന്റെ ഒരു വളരെ ഒരു ചെറിയ പങ്കാണ് നമ്മൾ പിടിക്കുന്നത്. കറപ്ഷൻ കുറെ കൂടുതൽ ഒരു വലിയൊരു പ്രോബ്ലമാണ്, പക്ഷെ അതിന്റെ ഒരു ചെറിയ കാര്യമാണ് നമ്മൾ പിടിക്കുന്ന കാര്യം ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഡിറ്റക്ട് ചെയ്ത് വളരെ നന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ചാർജ് ഷീറ്റ് ചെയ്യുന്നു. ചാർജ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കോർട്ടിൽ ഇത് വളരെ നന്നായിട്ട് ഈ എവിഡൻസ് ഒക്കെ പ്രസന്റ് ചെയ്തില്ലെങ്കിൽ അത് കൺവിക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ വിജിലൻസ് കേസസിന് മാത്രം പിടിക്കുന്നില്ല, ഇത് കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡിറ്ററന്റ് എഫക്ട് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു ആന്റി കറപ്ഷൻ നടക്കണമെങ്കിൽ കേസസ് നമ്മൾ നല്ല രീതിയിൽ അന്വേഷിക്കണം, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം, അതിന്റെ കൺവിക്ഷൻ വരെ എത്തിക്കണം. ആ ഒരു കംപ്ലീറ്റ് പ്രോസസ് ആയി കഴിഞ്ഞാൽ ആന്റി കറപ്ഷൻ ട്രൂ ടേംസിൽ കറക്റ്റ് ആകും. അപ്പൊ ഈ PP ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട റോളാണ് പങ്കുവഹിക്കുന്നത്. നല്ല അന്വേഷണത്തിനെ ആ രീതിയിൽ ആ എവിഡൻസ് കറക്റ്റ് ലീഗൽ സെൻസിൽ കോർട്ടിലോട്ട്
അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ജഡ്ജ്മെന്റ് നമുക്ക് കിട്ടാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. അത് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് കറക്റ്റ് ഓഫീസ് സ്റ്റാഫും അതിന്റെ വേണ്ട സൗകര്യം ചെയ്ത് കഴിഞ്ഞാലേ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി KT നിസാർ അഹമ്മദ് അധ്യക്ഷനായി. വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജി K രാമകൃഷ്ണൻ, തലശ്ശേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K വിശ്വൻ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉത്തരമേഖല പോലീസ് സൂപ്രണ്ട് PM പ്രദീപ് എന്നിവർ സംസാരിച്ചു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉത്തരമേഖല ലീഗൽ അഡ്വൈസർ O ശശി സ്വാഗതവും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ തലശ്ശേരി പബ്ലിക് പ്രോസിക്യൂട്ടർ P ജിതിൻ നന്ദിയും പറഞ്ഞു. പുതിയ കാര്യാലയം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വിജിലൻസ് കേസുകളുടെ നിയമ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023222803.
9497360333. വാർത്തകൾ തുടരുന്നു. പിണറായി AKG MGHSS സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കണ്ണൂർ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സജേഷ് വാഴാളപ്പിൽ സല്യൂട്ട് സ്വീകരിച്ചു. SPC കണ്ണൂർ ജില്ലാ നോഡൽ ഓഫീസർ കൂടിയായ കണ്ണൂർ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സജേഷ് വാഴാളപ്പിൽ സല്യൂട്ട് സ്വീകരിച്ചു. സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി തുടങ്ങിയ ആത്മവിശ്വാസത്തിന്റെ കഠിനപ്രയത്നത്തിന്റെ ഉത്തര മാതൃക മന്ദന NC ആണ് ഇന്നത്തെ ഈ പരേഡിന്റെ പരേഡ് കമാൻഡർ. സമാധാനപരവും വികസനോന്മുഖവുമായ ഒരു സമൂഹ സൃഷ്ടിക്കായി അച്ചടക്കം, ഉത്തരവാദിത്തബോധം, സാമൂഹ്യ പ്രതിബദ്ധത, സേവന സന്നദ്ധത തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി മൂല്യബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന ഈ SPC പദ്ധതിയുടെ പാസിംഗ് ഔട്ട് പരേഡിലേക്ക് ഏവർക്കും സ്വാഗതം. പരേഡിന്റെ ചുമതല സെക്കൻഡ് ഇൻ കമാൻഡർ ശിവാംഗന പാച്ചൻ പരേഡ് കമാൻഡറെ ഏൽപ്പിക്കുന്നു. പരേഡിന്റെ ചുമതല സെക്കൻഡ് ഇൻ കമാൻഡർ ശിവാംഗന പാച്ചെ. പരേഡിന്റെ ചുമതല പരേഡ് കമാൻഡർ ഏറ്റെടുക്കുന്നു. പിണറായി പോലീസ് സ്റ്റേഷൻ SHO അജീഷ് കുമാർ പതാക ഉയർത്തി. SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ K രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പിണറായി ഗ്രാമപഞ്ചായത്ത് അംഗം CP ലോഹിതാക്ഷൻ, പ്രിൻസിപ്പൽ ശ്രീജിത്ത് പുപ്പോടി, പ്രധാനാധ്യാപകൻ ജയേഷ് വരയിൽ, PTA പ്രസിഡന്റ് എലിയൻ അനിൽ, മദർ PTA പ്രസിഡന്റ് ജസ്ന, ലതീഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. जनगण मंगलदायक जय हे भारत भाग्य विधाता. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു സ്കൂൾ ഒരു പ്രൊജക്ട് എന്ന SPC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കാഡറ്റ് ഒരു കണ്ടൽ എന്ന പരിപാടി സംഘടിപ്പിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സുരേന്ദ്രൻ നേതൃത്വം നൽകി. AKGM GHSS പിണറായി സ്കൂളിലെ SPC യൂണിറ്റിന്റെ KNC 646 ആഭിമുഖ്യത്തിൽ സ്കൂൾ പ്രൊജക്ട് എന്ന SPC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കാഡറ്റ് ഒരു കണ്ടൽ എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കൊടുവള്ളി പുഴയോരത്ത് ഓരോ കാഡറ്റുകളും ഓരോ കണ്ടൽ തൈ നട്ടുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സുരേന്ദ്രൻ നേതൃത്വം നൽകി. കണ്ടൽ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാഡറ്റുകൾക്ക് അവബോധവും അദ്ദേഹം നൽകി. നമ്മുടെ ആഗോളതാപനം വർദ്ധിക്കുന്നുണ്ട്, കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്, മറ്റ് പല പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നുണ്ട്. ഉരുൾപൊട്ടല്, അതുപോലെ നെവോക്കി, സുനാമി, ടൊർണാഡോ തുടങ്ങിയിട്ടുള്ള കൊടുങ്കാറ്റുകൾ, മറ്റ് പല പ്രതിഭാസങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ആവാസ വ്യവസ്ഥ നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ മനുഷ്യനും മറ്റ് ജന്തുജീവിജാലങ്ങൾക്കും ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധ്യമാകൂ. അതുകൊണ്ട് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം എന്ന ഒരു പ്രവർത്തനം 2020 മുതൽ ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും നടന്നു വരുന്നതാണ്. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, സോഷ്യൽ ഫോറസ്ട്രി, അതുപോലെ തന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, പിന്നെ ഹരിത കേരള മിഷൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ലക്ഷക്കണക്കിന് കണ്ടൽ തൈകൾ വെക്കുകയും ഈ മലിനീകരണം തടയുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും അതുപോലെ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടില് ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന പിണറായി AKG ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളെ ഞാൻ അഭിനന്ദിക്കുകയാണ്.
CPO ബൈജു മണിയത്ത് സംസാരിച്ചു. അധ്യാപകരായ ജിഷ, സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു. പാട്യം കോങ്ങാറ്റ ഉർവര നഴ്സറി ഗാർഡൻ രജതോത്സവം 3 ദിവസത്തെ കാർഷിക ഉത്സവമായി സംഘടിപ്പിക്കും. 21, 22, 23 തീയതികളിലാണ് കാർഷിക മേള നടക്കുകയെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉർവര ഗാർമെന്റ്സിന്റെ 25ാം വാർഷികം വിപുലമായ രീതിയിൽ നടത്തണമെന്ന് ആലോചിച്ചു. ഈ മാസം 21, 22, 23 തീയതികളിലായിട്ട് ഉർവര ഗാർഡൻസിൽ വെച്ച് തന്നെ കാർഷിക മേഖലയിലെ വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 3 ദിവസത്തെ വിജ്ഞാനപ്രദമായ ക്ലാസുകളൊക്കെ നടക്കുകയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആലോചന യോഗം നടന്നു കഴിഞ്ഞു. അതിന്റെ പാട്യം കോങ്ങാറ്റ ഉർവര നഴ്സറി ഗാർഡൻ രജതോത്സവം 3 ദിവസത്തെ കാർഷിക ഉത്സവമായാണ് സംഘടിപ്പിക്കുക. 21, 22, 23 തീയതികളിലാണ് കാർഷിക മേള. 21-ന് രാവിലെ 10 മണിക്ക് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അധ്യക്ഷത വഹിക്കും. പത്മശ്രീ ചെറുവയൽ രാമൻ മുഖ്യാതിഥിയാകും. 11:30-ന് വംശനാശം നേരിടുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ, ഉച്ചതിരിഞ്ഞ് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടലും നടക്കും. 22-ന് രാവിലെ 10-ന് ജൈവ വൈവിധ്യ നിർമ്മാണ പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ ഉദ്ഘാടനം ചെയ്യും. വാർഡ് അംഗം M റോജ അധ്യക്ഷത വഹിക്കും. ജൈവലായനി നിർമ്മാണത്തിന് ഷാജി പേരാവൂർ നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 2:30-ന് വംശനാശ ഭീഷണിയുള്ള ജൈവ വിഭവങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെയും സംഘടനകളുടെയും ഇടപെടൽ സംബന്ധിച്ച് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ ക്ലാസ് എടുക്കും. 23-ന് രാവിലെ 10-ന് കർഷക സംവാദം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം KP പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം മമ്മാലി ദിവാകരൻ അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പൈതൃക വിജ്ഞാന ക്വിസും 3-ന് എളിയറിവ് പ്രശ്നോത്തരിയും നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ M പ്രകാശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N സുധീർ ബാബു, വാർഡ് അംഗം M റോജ, നഴ്സറി ഉടമ MP ഭക്തദാസ്, മുൻ പഞ്ചായത്ത് അംഗം KP സദാനന്ദൻ, E മനോഹരൻ, M ദിനകരൻ എന്നിവർ അറിയിച്ചു. മാങ്ങാട്ടുകയിലെ കുട്ടികളെ പാട്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ കോട്ടയം പാട്യം അടക്കമുള്ള സമീപസ്ഥ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു എക്സിബിഷൻ അടക്കം ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി 2ാമത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഷാജി പേരാവൂർ അദ്ദേഹം നിരവധി സ്ഥാപനങ്ങൾക്ക്, യൂണിവേഴ്സിറ്റികൾക്കടക്കം വിദ്യാർത്ഥികൾക്കടക്കം ഈ ജൈവ വളം എന്ന് പറഞ്ഞാൽ വൃക്ഷായുർവേദ കഷായങ്ങളും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അവിടെ തന്നെ ഉണ്ടാക്കി, അതായത് ജീവാമൃതമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഇലസ്ട്രേഷൻ ക്ലാസ് ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പാനൂർ യെസ് അക്കാദമി 4ാം വാർഷിക ആഘോഷം ജനുവരി 17-ന് നടക്കും. അതിന്റെ ഭാഗമായി പാനൂർ ടൗണിൽ വിളംബര ജാഥ നടത്തി. പാനൂർ യെസ് അക്കാദമി 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാനൂർ ടൗണിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. യെസ് അക്കാദമി ചെയർമാൻ മുഹമ്മദ് ബാലിയിൽ, സെക്രട്ടറി അബ്ദുറഹ്മാൻ മലിയോത്ത്, ട്രസ്റ്റ് അംഗം നവാസ് പറമ്പത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ നിവ്യ വിജയൻ, സ്കൂൾ ലീഡർ ഫവാസ് എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര.
കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയും ചെയ്ത 17 വയസ്സുകാരി അയോണ മോൺസൺ മരണാനന്തര അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലാണ് ശസ്ത്രക്രിയ നടന്നത്. സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയും ചെയ്ത 17 വയസ്സുകാരി അയോണ മോൺസൺ മരണാനന്തര അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു വൃക്ക കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ രോഗിക്കും മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്കും ലഭ്യമാക്കി. കരൾ നൽകിയത് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ രോഗിക്കാണ്. കോർണിയകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിലേക്കും ദാനം ചെയ്തു. സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവയവ സ്വീകർത്താക്കളെ നിശ്ചയിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അയോണ മോൺസൺ. അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ സംവിധാനത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ആസ്റ്റർ മിംസ് അധികാരികൾ അവയവദാനത്തിന്റെ സാധ്യതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബത്തോട് സംസാരിച്ചത്. കേരള സ്കൂൾ ഓഫ് ആർട്സ് പ്രഥമ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച AV അരവിന്ദാക്ഷൻ മാസ്റ്ററെ സ്കൂൾ ഓഫ് ആർട്സ് കമ്മിറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരിച്ചു. സ്കൂൾ ഓഫ് ആർട്സ് പ്രസിഡന്റ് സുരേഖ സ്ഥാപനത്തിനു വേണ്ടി പൊന്നാട അണിയിച്ചു. സ്കൂൾ ഓഫ് ആർട്സ് പ്രസിഡന്റ് സുരേഖ സ്ഥാപനത്തിനു വേണ്ടി പൊന്നാട അണിയിച്ചു. പ്രദീപ് ചൊക്ലി, ജോയിന്റ് സെക്രട്ടറി KP മുരളീധരൻ, BTK അശോക് എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ പൊന്മണി തോമസ്, ഗിരീഷ് മക്രേരി, A ഗോവിന്ദൻ എന്നിവർ ആശംസ അറിയിച്ചു. സ്കൂളിന്റെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആദ്യത്തെ ഫസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് മാഷൊക്കെ അരവിന്ദൻ മാഷൊക്കെ. അതിന് വലിയൊരു റോള്. പിന്നെ നല്ലൊരു മികച്ച സംഘാടകനായിരുന്നു, സെക്രട്ടറി ആയിരുന്നു, നാടക നടൻ, അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഓരോന്നോരോന്ന് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാത്തിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഒരു അദ്ദേഹത്തിന് നമ്മളിപ്പം നമ്മുടെ മാഷയെ കുറിച്ച് പറയുമ്പോൾ, മാഷ ചെറുത് ഞാൻ ആർട്ട് സ്കൂൾ പഠിക്കുമ്പോൾ മുതലേ ഭാഗ്യനും സത്യം നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. മിക്കവാറും ദിവസം മാഷയുടെ വീട്ടിൽ തന്നെയായിരുന്നു നമ്മളുണ്ടാവുക. എന്തെങ്കിലും ബാൻഡ് എഴുതലോ ബോർഡ് എഴുതലോ ചിത്രം വരക്കലോ എന്തെങ്കിലും കേട്ടി രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രിയോളം മാഷയുടെ വീട്ടിൽ തന്നെയാണ്. അവിടുത്തെ ഒരു അംഗങ്ങളെ പോലെയായിരുന്നു നമ്മൾക്ക് ആ കാലത്ത്. ആ ബാച്ചിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്, മൊത്തം കുട്ടികൾ എന്ന് പറയാൻ അവിടെ തന്നെയായിരിക്കും. അന്നൊക്കെ നമ്മളെ കൊണ്ട് ഇവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവർ ഈ പിള്ളേർ പോകുന്നില്ലാലോ എന്നല്ല, കാരണം 24 hours ഓരോ വീട്ടിൽ തന്നെയായിരിക്കും. സത്യനും ഭാഗ്യനും അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. അരവിന്ദാക്ഷൻ മാസ്റ്റർ മറുപടി പറഞ്ഞു. സ്കൂൾ ഓഫ് ആർട്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അരവിന്ദാക്ഷൻ മാസ്റ്ററുടെ ഭാര്യ P ലക്ഷ്മിക്കുട്ടി ടീച്ചർ, മകൾ ഇന്ദു, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരും സന്നിഹിതരായി. പ്രസിഡന്റ് സുരേഖ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി BTK അശോക് സ്വാഗതവും ദാമോദരൻ മാസ്റ്റർ നന്ദിയും. ചുണ്ടങ്ങാപ്പൊയിൽ കീരങ്ങാട് അയ്യപ്പ സേവാ സമിതി 5 വർഷമായി നടത്തിവരുന്ന അയ്യപ്പ ഭജനയും അന്നദാനവും ഈ വർഷം വിപുലമായി നടത്തി.
38 ദിവസം നടന്ന അയ്യപ്പ ഭജനവും അന്നദാനവും മകരവിളക്ക് ദിവസം സമാപിച്ചു. പ്രദേശത്തെ ആബാലവൃന്ദം ജനങ്ങളുടെ കൂട്ടായ്മയിലാണ് അയ്യപ്പ ഭജനയും അന്നദാനവും നടക്കാറുള്ളത്. കഴിഞ്ഞ 38 ദിവസങ്ങളായി നടന്നുവന്ന അയ്യപ്പ ഭജനയും അന്നദാനവും മകരവിളക്ക് ദിവസം സമാപിച്ചു. തലശ്ശേരി ജഗന്നാഥ് ഭജന സംഘത്തിന്റെ ഭജനയും നടന്നു. വർഷങ്ങളായി കൂരാറ പോതിയുള്ളതിൽ ക്ഷേത്രത്തിൽ ശബരിമല അയ്യപ്പ ദർശനം കാൽനടയായി നടന്നുവരുന്ന അജലൻ നാരോത്ത്, അശോകൻ നാരോത്ത്, അനീഷ് ഗീതാമൃതം, ഉമേഷ് മുല്ലോളി എന്നിവരെ വി ശശിധരൻ ഉപഹാരം നൽകി അനുമോദിച്ചു. അനീഷ്, ഉമേഷ് മുല്ലോളി വരും വർഷങ്ങളിലും അവരുടെ തുടർന്ന് നടന്ന അന്നദാനത്തിലും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച വിദ്യാർത്ഥിനി അയോണ മോൺസൺ ഇനി ദീപ്ത സ്മരണ. അയോണ വിടവാങ്ങിയത് 4 പേർക്ക് പുതുജീവനേകി. ന്യൂമാഹി ഉസൻമൊട്ടയിൽ പിക്കപ്പ് വാനും ബസും കൂട്ടിയിടിച്ച അപകടം, ഡ്രൈവർക്ക് പരിക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തോടനുബന്ധിച്ച് COA പാനൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പുകൾക്ക് കല്ലിക്കണ്ടിയിൽ തുടക്കം. ക്യാമ്പുകൾ കോൺട്രാസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ. തലശ്ശേരി വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കാര്യാലയം തലശ്ശേരി പഴയ കോടതി സമുച്ചയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ മനോജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.